ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം കൊറിയയിലും ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സെയിം ഡേ 1945 ഇവിടെ ജപ്പാനിൽ നിന്നും സ്വതന്ത്രരായപ്പോൾ നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്നും 1947 സ്വതന്ത്രരായത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഒരേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അപ്പം ഇതുപോലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഒരേ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇതാണ് കൊറിയയിലുള്ള ഇൻഡിപെൻഡൻസ് ഹാൾ. അപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ പോവാണ്. പരിപാടി ഓൾമോസ്റ്റ് തുടങ്ങി. അപ്പം ഞാൻ അതിൻ്റെ പ്രധാന ഭാഗങ്ങളും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് അതിൻ്റെ എൻട്രൻസിലോട്ടേക്ക് കടക്കുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും കൊറിയൻ ഡയറീസിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതോടുകൂടി എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം എന്താണെന്ന് അറിയില്ല, നല്ല ചൂടുള്ളത് കൊണ്ട് നോക്കാം എത്രത്തോളം പോകുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് കൊറിയയിലെ ഇൻഡിപെൻഡൻസ് ഹാളിനകത്തേക്കൊന്ന് പോയി നോക്കാം. ഇന്ന് ഇവിടെ ഇതേപോലെ നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പോലെ തന്നെ ഇവിടെയും സെയിം ഡേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പല കഥകളും, ഈ കൊറിയയിലുള്ള ചരിത്ര കഥകൾ പറയുന്ന
ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പം ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് സ്വാതന്ത്ര്യദിനത്തിന് ഇങ്ങനെ ഇതേപോലെ കൊണ്ടുപോകാറില്ലേ, അതുപോലെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട്. സാധാരണ വരാറുണ്ട് ഇവിടെ. ഞാൻ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണിത്. പക്ഷേ ഞാനിതിന് ഡീറ്റെയിൽ ആയിട്ടൊരു ദിവസം ഞാൻ എടുക്കാം. കാരണം ചില സാങ്കേതിക കാരണങ്ങളാണ് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാനിതിടാം. ഓക്കെ, ഇത് കൊറിയക്ക് ഫ്രീഡം കിട്ടിയിട്ടാകുമ്പോൾ അതിൻ്റെ സൂചകമായിട്ടുള്ള ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. ഒറ്റ ഈ ഫില്ലർ ഉണ്ടല്ലോ, ഏറ്റവും വലിയ സംഭവമാണ്. ലാർജസ്റ്റ് ടെയിൽ റൂഫ്ഡ് ഹൗസ് ഇൻ ഏഷ്യ. ഇതിൻ്റെ സ്പാൻ കണ്ടോ, 9.917 മീറ്റർ സ്ക്വയർ. 43,100 ടൈല് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. 40 പില്ലറുണ്ട്. ഓരോന്നിൻ്റെയും 1 മീറ്റർ, 2.4 മീറ്റർ. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇത് ഈ ഒരു ദ ഗ്രാൻഡ് ഹാൾ ഓഫ് ദ നാഷൻ എന്നാണ് ഈ ഹാളിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഓഗസ്റ്റ് 15, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ ഇവിടെയും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ ഓഗസ്റ്റ് 15. അപ്പം അതിൻ്റെ ഒരു മെയിൻ ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, കൊറിയയിൽ തന്നെ, അതായത് ഇൻഡിപെൻഡൻസ് ഹാൾ ഓഫ് കൊറിയ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഈ മൊത്തത്തിന്റെ ഇതിന്റെ പേരാണ് ദ ഗ്രാൻഡ് ഹാൾ ഓഫ് ദ നേഷൻ. ഓക്കെ, ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു എന്താ പറയാ, ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ആ ഒരു വലിപ്പം ഉണ്ട് ഈ ഒരു ഇതിന്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏഷ്യയിലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ലാർജസ്റ്റ് ടൈൽ റൂഫ്ഡ് ഹൗസ് ഇൻ ഏഷ്യ, അങ്ങനെയാണ് ഇതിന് പറയാ. ഇത് നമ്പർ 1 ആണ് ഈ സാധനം. ഓക്കെ, പിന്നെ അതുപോലെ ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ എന്താ പറയാ,
പരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞെന്നല്ല, സത്യം പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. അപ്പം ഞാൻ ഫോണ് ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നു, അത്ര നല്ല ചൂടുണ്ടായി. അപ്പം ഞാൻ കുറച്ച് നേരം അതിനകത്തുള്ളത് ലൈവായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നതിലും കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈവ് വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.